Tolstoy Farm. This is an extract from Gandhiji's autobiography, The Story of My Experiments with Truth. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ടോൾസ്റ്റോയ് ഫാം എന്ന ഈ കഥ. Where he describes his life with the inmates of the Tolstoy Farm. ടോൾസ്റ്റോയ് ഫാമിലെ നിർധനരായ അന്തേവാസികളോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഈ കഥയിലൂടെ വിവരിക്കുന്നത്. ടോൾസ്റ്റോയ് ഫാം by Mahatma Gandhiji. Tolstoy Farm was a community of Indians started by Gandhiji in Transvaal, South Africa in 1910. 1910 സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാൾ പ്രദേശത്ത് ഗാന്ധിജി സ്ഥാപിച്ച ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു ടോൾസ്റ്റോയ് ഫാം. ഇറ്റ് ബിക്കെയിം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ക്യാമ്പയിൻ ഓഫ് സത്യാഗ്രഹ നോൺ വയലൻസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ ആയുധമായ അക്രമരാഹിത്യം എന്ന സത്യാഗ്രഹ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ടോൾസ്റ്റോയ് ഫാം അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി അറിയപ്പെട്ടിരുന്നു. ദ ഫാം 21 miles away from Johannesburg had been bought by Herman Kallenbach, one of Gandhiji's supporters. ഗാന്ധിജിയുടെ അനുയായിയായിരുന്ന ഹെർമൻ കല്ലൻബച്ച് ആണ് ജോഹന്നാസ്ബർഗിൽ നിന്നും 21 മൈൽ ദൂരത്തായിരുന്ന ടോൾസ്റ്റോയ് ഫാം മേടിച്ചത്. ബോത്ത് കല്ലൻബച്ച് ആൻഡ് ഗാന്ധിജി were highly impressed by Tolstoy's writings. ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായി കല്ലൻബച്ചും വളരെയധികം ആകർഷകരായിരുന്നത് റഷ്യൻ എഴുത്തുകാരനും സാഹിത്യകാരനുമായിരുന്ന ലിയോ ടോൾസ്റ്റോയുടെ കൃതികളോടായിരുന്നു. സോ ദേ ഡിസൈഡഡ് ടു നെയിം ദ ഫാം ആഫ്റ്റർ ടോൾസ്റ്റോയ്. അദ്ദേഹത്തോടുള്ള ലിയോ ടോൾസ്റ്റോയുടെ ഇഷ്ടം കാരണം ഇന്ത്യൻ കൂട്ടായ്മയുടെ ഈ സ്ഥാപനത്തിന് ഇവർ രണ്ടുപേരും ടോൾസ്റ്റോയ് ഫാം എന്ന് പേര് നൽകുകയുണ്ടായി. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ഫാം വേ സ്കൂൾഡ് ബൈ ഗാന്ധിജി ഹിംസെൽഫ്. ടോൾസ്റ്റോയ് ഫാമിലെ അന്തേവാസികൾക്ക് എല്ലാവിധ വിദ്യാഭ്യാസവും നൽകിയിരുന്നത് ഗാന്ധിജിയാണ്. About the author, Mohandas Karamchand Gandhi, 2nd October 1869, 30th January 1948. The father of the nation was the prominent leader of freedom movement in India. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഒക്ടോബർ 2, 1869 ജനിച്ച് 1948 ജനുവരി 30 ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എക്കാലത്തെയും മികച്ച നേതാവായിരുന്നു അദ്ദേഹം. നോൺ വയലൻസ് വാസ് ദ യുണീക്ക് വെപ്പൺ ഹി യൂസ്ഡ്. അക്രമരാഹിത്യമായിരുന്നു ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി അദ്ദേഹം എപ്പോഴും ഉപയോഗിച്ചിരുന്നത്. ഹിസ് ഐഡിയൽസ് ഓഫ് നോൺ വയലൻസ്, ട്രൂത്ത് ആൻഡ് പീസ് ആർ റെലവൻറ്റ് ഈവൻ ടുഡേ. അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്ന അക്രമരാഹിത്യം, സത്യസന്ധത, സമാധാനം എന്നീ ആയുധങ്ങൾ ഇന്നും ലോകത്തിന് പ്രധാനമാണ്. Tolstoy Farm. As the farm grew, it was found necessary to make some provision for the education of its boys and girls. ഫാം വളരുംതോറും അവിടെ കുറേ നിർധനരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ട കുറേ മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരുന്നു. There were among these Hindu, Musalman, Parsi and Christian boys and some Hindu girls. ടോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്നത് കുറേ ഹിന്ദുവും മുസൽമാനും പാഴ്സികളും ക്രിസ്ത്യൻ മതക്കാരുമായ ആൺകുട്ടികളും കുറച്ച് ഹിന്ദു പെൺകുട്ടികളുമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. ഗാന്ധിജിയുടെ ചിന്ത പ്രകാരം ഒരിക്കലും അത്യാവശ്യമായി തോന്നിയിരുന്നില്ല ഗാന്ധിജിക്ക് പ്രത്യേകമായ അധ്യാപകരെ ഇവർക്ക് വേണ്ടി നിയോഗിക്കണമെന്നുള്ളൂ. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വെയർ സ്കാർസ്. ഇതൊരിക്കലും സാധ്യമാകുമായിരുന്നില്ല. വളരെയധികം ക്വാളിഫിക്കേഷൻസും എബിലിറ്റിയുമുള്ള ഇന്ത്യയിൽ നിന്നുള്ള അധ്യാപകരെ ഇവിടെ കിട്ടുക വളരെ ദുർലഭമായിരുന്നു. ആൻഡ് ഈവൻ വെൻ അവൈലബിൾ, നൺ വുഡ് ബി റെഡി ടു ഗോ ടു എ പ്ലേസ് 21 miles ഡിസ്റ്റൻറ്റ് ഫ്രം ജോഹന്നാസ്ബർഗ് ഓൺ എ സ്മോൾ സാലറി. ഇനി അത്തരം അധ്യാപകരെ കിട്ടിയാൽ പോലും അവരാരും തന്നെ ജോഹന്നാസ്ബർഗിൽ നിന്നും 21 മൈൽ ദൂരമുള്ള ഈ പ്രദേശത്ത് വന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഈ ചെറിയ സാലറിക്ക് അവർ റെഡിയാവുമായിരുന്നില്ല. ഓൾസോ വി വർ സെർട്ടൻലി നോട്ട് ഓവർഫ്ലോയിങ് വിത്ത് മണി. കൂടാതെ ടോൾസ്റ്റോയ് ഫാമിൽ പണം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു ഇമ്പോർട്ട് ടീച്ചേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഫാം. കൂടാതെ ടോൾസ്റ്റോയ് ഫാമിന് പുറത്തുനിന്നും അധ്യാപകരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല.
I did not believe in the existing system of education, and I had a mind to find out by experience and experiment the true system. ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് എനിക്ക് തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഹാഡ് എ മൈൻഡ് ടു ഫൈൻഡ് ഔട്ട് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ദ ട്രൂ സിസ്റ്റം. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എൻ്റെ പരിചയസമ്പന്നതയും പരീക്ഷണങ്ങളും കൊണ്ട് യഥാർത്ഥ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഞാൻ കണ്ടെത്തുമെന്ന്. ഓൺലി ദിസ് മച്ച് ഐ ന്യൂ ദാറ്റ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ്, ഇത് മാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ്, അത്യുത്തമമായ മാതൃകകളുണ്ടെങ്കിൽ ട്രൂ എഡ്യൂക്കേഷൻ കുഡ് ബി ഇമ്പാർട്ടഡ് ഓൺലി ബൈ ദ പാരൻസ്, യഥാർത്ഥമായ വിദ്യാഭ്യാസം പകർന്നു നൽകാൻ അവരുടെ മാതാപിതാക്കൾക്കാവുമായിരുന്നു. ആൻഡ് ദാറ്റ് ദെൻ ദർ ഷുഡ് ബി ദ മിനിമം ഓഫ് ഔട്ട്സൈഡ് ഹെൽപ്പ്. അതിനുശേഷം വളരെ കുറച്ചു മാത്രമേ മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരൂ. ദാറ്റ് ടോൾസ്റ്റോയ് ഫാം വാസ് എ ഫാമിലി. ടോൾസ്റ്റോയ് ഫാം ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. ഇൻ വിച്ച് ഐ ഓക്കുപൈ ദ പ്ലേസ് ഓഫ് ദ ഫാദർ. അതിൽ എനിക്ക് കുടുംബനാഥൻ്റെ ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ഐ ഷുഡ് സോ ഫാർ ആസ് പോസിബിൾ ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനിങ് ഓഫ് ദ യങ്. അതുകാരണത്താൽ എൻ്റെ ചുമലിലായിരുന്നു എല്ലാ ഉത്തരവാദിത്തവും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളത്. ദ കൺസെപ്ഷൻ നോ ഡൗട്ട് വാസ് നോട്ട് വിതൗട്ട് ഇറ്റ്സ് ഫ്ലോസ്. ഇവിടുത്തെ ആശയങ്ങളിലും മറ്റുണ്ടായ ധാരണകൾ ഒരിക്കലും ഇവിടുത്തെ കുറവുകൾ കാരണമല്ല. ഓൾ ദ യങ് പീപ്പിൾ ഹാഡ് നോട്ട് ബീൻ വിത്ത് മീ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ്. ഇവിടുത്തെ എല്ലാ യുവാക്കളും അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് ബീൻ ബ്രോട്ട് അപ്പ് ഇൻ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്സ്. അവരെല്ലാം വളർന്നു വന്നതും അവരുടെ സവിശേഷതകളുമെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നുകൊണ്ടുണ്ടായതാണ്. ആൻഡ് ദേ ഡിഡ് നോട്ട് ബിലോങ് ടു ദ സെയിം റിലീജിയൻ. അവരെല്ലാം ഒരൊറ്റ മതക്കാരുമായിരുന്നില്ല. ഹൗ കുഡ് ഐ ഡു ഫുൾ ജസ്റ്റിസ് ടു ദ യങ് പീപ്പിൾ? എങ്ങനെയാണ് എനിക്കിവരോട് നീതി പുലർത്താനാവുക? ദസ് സർക്കംസ്റ്റൻസ്, ഈവൻ ഇഫ് ഐ അസ്യൂം ദി പ്ലേസ് ഓഫ് പാറ്റർ ഫാമിലിയാസ്, ഈ സാഹചര്യങ്ങളിൽ കുടുംബനാഥനായിരുന്നാൽ പോലും ഞാൻ എങ്ങനെയാണ് ഇവരോടെല്ലാം നീതി പുലർത്തുക? ബട്ട് ഐ ഹാഡ് ഓൾവേസ് ഗിവൺ ദ ഫസ്റ്റ് പ്ലേസ് ടു ദ കൾച്ചർ ഓഫ് ദ ഹാർട്ട് ഓർ ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. എന്നിരുന്നാലും ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത് ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്കും സ്വഭാവ രൂപീകരണത്തിനുമായിരുന്നു. ആൻഡ് ആസ് ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് മോറൽ ട്രെയിനിങ് കുഡ് ബി ഗിവൺ ടു ഓൾ അലൈക്ക്. ഞാൻ ആത്മവിശ്വാസത്തിലായിരുന്നു എല്ലാവർക്കും സ്വഭാവ രൂപീകരണത്തിനുള്ള പരിശീലനം നൽകുക എന്നുള്ളത്. നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ദെയർ ഏജസ് ആൻഡ് ദെയർ അപ്ബ്രിങ്ങിങ്. അവർ വയസ്സിൽ എത്ര വ്യത്യസ്തരാണെങ്കിലും അവരുടെ പരിപാലനം. ഐ ഡിസൈഡഡ് ടു ലീവ് എമംഗ്സ് ദം ഓൾ ദ 24 hours ഓഫ് ദി ഡേ ആസ് ദെയർ ഫാദർ. അവരുടെ പരിപാലനത്തിനായി 24 മണിക്കൂറും അവരോടൊപ്പം ചെലവിടാൻ ഞാൻ തീരുമാനിച്ചു, അവരുടെ അച്ഛനെ പോലെ. ഐ റിഗാർഡഡ് ക്യാരക്ടർ ബിൽഡിംഗ് ആസ് ദ പ്രോപ്പർ ഫൗണ്ടേഷൻ ഫോർ ദെയർ എഡ്യൂക്കേഷൻ. ഞാൻ മനസ്സിലാക്കിയിരുന്നു സ്വഭാവ രൂപീകരണമായിരുന്നു അവരുടെ വിദ്യാഭ്യാസത്തിലെ അടിത്തറ എന്നുള്ളത്. ആൻഡ് ഇഫ് ദ ഫൗണ്ടേഷൻ വാസ് ഫേംലി ലേഡ്, ആ അടിത്തറ മുറുകെ പിടിച്ചാൽ, ഉറപ്പിച്ചു പണിതാൽ, ഐ വാസ് ഷുവർ ദാറ്റ് ദ ചിൽഡ്രൻ കുഡ് ലേൺ ഓൾ ദ അതർ തിങ്സ് ദംസെൽസ് ഓർ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ഫ്രണ്ട്സ്. എനിക്കുറപ്പുണ്ടായിരുന്നു അവർക്ക് മറ്റെല്ലാ കാര്യങ്ങളും സ്വയം പഠിക്കാനും കൂട്ടുകാരുടെ സഹായത്തോടെയോ അവർക്ക് സ്വയമോ പഠിച്ചു തീർക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ബട്ട് ആസ് ഐ ഫുള്ളി അപ്രീഷിയേറ്റഡ് ദ നെസസിറ്റി ഓഫ് എ ലിറ്റററി ട്രെയിനിങ് ഇൻ അഡീഷൻ. പക്ഷേ ഞാൻ വളരെയധികം പരിപോഷിപ്പിച്ചിരുന്നു സാഹിത്യപരമായി പരിശീലനം വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ് എന്നുള്ളത്. ഐ സ്റ്റാർട്ടഡ് സം ക്ലാസ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ ഖലൻബച്ച് ആൻഡ് ശ്രീ പ്രഗ്ജി ദേശായ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ അനുയായിയായ മിസ്റ്റർ ഖലൻബച്ചിൻ്റെയും പ്രഗ്ജി ദേശായിയുടെയും സഹായത്തോടുകൂടി ചില ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ തുടങ്ങി. നോട്ട് ഡിഡ് ഐ അണ്ടർറേറ്റ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി. എന്നിരുന്നാലും ഞാൻ ഒരിക്കലും അവരുടെ ശരീരഘടനയെ പുഷ്ടിപ്പെടുത്തുന്നതിനെ തരം താഴ്ത്തി കണ്ടിരുന്നില്ല. ദിസ് ദി ഗോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ ഡെയിലി റൂട്ടീൻ. അതിനുവേണ്ട പ്രത്യേക പരിശീലനം അവർക്ക് വേണ്ടായിരുന്നു. കാരണം ഇതവർക്ക് സ്ഥിരമായി അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. There were no servants on the farm. അതിനാൽ ഈ ഫാമിൽ ജോലിക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. And all the work from cooking down to scavenging. അതിനാൽ ഇവിടുത്തെ എല്ലാ വേലകളും, അടുക്കള ജോലി മുതൽ തോട്ടിവേല വരെ, was done by the inmates. ഇവിടുത്തെ അന്തേവാസികളാണ് നിർവഹിച്ചിരുന്നത്.
There were many fruit trees to be looked after. ഇവിടെ കുറേ കായ്കനികളുള്ള മരങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. And enough gardening to be done as well. അതുപോലെ തന്നെ പ്രീതിയുള്ള തോട്ടങ്ങളും നോക്കാനുണ്ടായിരുന്നു. മിസ്റ്റർ കല്ലൻബച്ച് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. കല്ലൻബച്ചിന് തോട്ടപരിപാലനം വളരെയധികം ഇഷ്ടമായിരുന്നു. ആൻഡ് ഹാഡ് ഗെയിൻ സം എക്സ്പീരിയൻസ് ഓഫ് ദിസ് വർക്ക് ഇൻ വൺ ഓഫ് ദ ഗവൺമെൻറ്റൽ മോഡൽ ഗാർഡൻസ്. കൂടാതെ അദ്ദേഹത്തിന് ഗവൺമെൻറ് സഹായത്തോടു കൂടിയുള്ള മോഡൽ ഗാർഡൻസിൽ വെച്ച് അദ്ദേഹത്തിന് തോട്ടം പരിപാലിക്കുന്നതിനുള്ള ഒരു പരിശീലനവും ലഭിച്ചിരുന്നു. ഇത് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ. ഇത് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. യങ് ആൻഡ് ഓൾഡ്സ്, യുവാക്കൾക്കും പ്രായമായുള്ളവർക്കും. ഹു were നോട്ട് എൻഗേജ്ഡ് ഇൻ ദ കിച്ചൺ. അടുക്കള ജോലിയുമായി ഇവർ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ടു ഗീവ് സം ടൈം ടു ഗാർഡനിങ്. ഇവർ നിർബന്ധമായും തോട്ടം പരിപാലിക്കുന്നതിന് ബാധ്യസ്ഥരാണ്. ദ ചിൽഡ്രൻ ഹാഡ് ദ ലയൺസ് ഷെയർ ഓഫ് ദിസ് വർക്ക്. ഇതിലെ സിംഹഭാഗവും നിർവഹിച്ചിരുന്നത് കുട്ടികളായിരുന്നു. വിച്ച് ഇൻക്ലൂഡഡ് ഡിഗിങ് പിറ്റ്സ്, ഫെല്ലിംഗ് ടിമ്പർ ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്. എന്തൊക്കെയെന്നാൽ കുഴികൾ എടുക്കുന്നത്, മരങ്ങൾ വീഴ്ത്തുന്നത്, ഭാരങ്ങൾ ഉയർത്തുന്നത് എല്ലാം കുട്ടികളായിരുന്നു സിംഹഭാഗവും ഇതിൽ നിർവഹിച്ചിരുന്നത്. ദിസ് ഗേവ് ദം ആംബിൾ എക്സസൈസ്. ഇതവർക്ക് വേണ്ടതിലധികം പരിശീലനങ്ങൾ നൽകി. ദേ ടുക്ക് ഡിലൈറ്റ് ഇൻ ദ വർക്ക്. അവർ ജോലിയിൽ വളരെ തൽപരരായിരുന്നു. ആൻഡ് സോ ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സസൈസ് ഓർ ഗെയിംസ്. അത് കാരണത്താൽ അവർക്ക് പ്രത്യേകമായ അഭ്യാസങ്ങളോ കളികളിലോ ഏർപ്പെടേണ്ടി വരുമായിരുന്നില്ല. ഓഫ് കോഴ്സ് സം ഓഫ് ദം, എന്നിട്ടും ചിലർ, ആൻഡ് സംടൈംസ് ഓൾ ഓഫ് ദം, ചിലപ്പോൾ എല്ലാവരും, മാലിംഗേർഡ് ആൻഡ് ഷിക്, രോഗിയായവരെ പോലെയും ജോലി ഉഴപ്പന്മാരെ പോലെയും പെരുമാറുകയുണ്ടായി. സംടൈംസ് ഐ കണീവ്ഡ് എറ്റ് ദെയർ പ്രാങ്ക്സ്. ചില സന്ദർഭങ്ങളിലെല്ലാം ഞാൻ അവരുടെ ഈ നാട്യം കണ്ടില്ലെന്ന് വെച്ചു. ബട്ട് ഓഫ്റ്റൻ ഐ വാസ് സ്ട്രിക്റ്റ് വിത്ത് ദം. പക്ഷേ എല്ലായ്പ്പോഴും ഞാൻ അവരോട് അവരുടെ ഈ കോപ്രായങ്ങൾക്കെതിരെ വളരെ കാർക്കശ്യക്കാരനായി നിലകൊണ്ടു. ഐ ഡെയർ സേ ദേ ഡിഡ് നോട്ട് ലൈക്ക് ദി സ്ട്രിക്ട്നെസ്. എനിക്കുറപ്പായും പറയാം, അവർക്കൊരിക്കലും എൻ്റെ ഈ കാർക്കശ്യം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഐ ഡു നോട്ട് റീകലക്ട് ദേ ഹാവിങ് റെസിസ്റ്റഡ് ഇറ്റ്. പക്ഷേ എനിക്കൊരിക്കലും ഓർക്കാൻ കഴിയുന്നില്ല അവർ എന്നെ എതിർത്തിരുന്നു എന്നുള്ളത്. വെൻ എവർ ഐ വാസ് സ്ട്രിക്റ്റ്, എപ്പോഴെല്ലാം ഞാൻ കാർക്കശ്യക്കാരനായിട്ടുണ്ടോ, ഐ വുഡ് by argument convince them it was not right to play with one's work. ഞാൻ പല വാദത്തിലൂടെയും അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഒരാളുടെ ജോലി വെച്ച് കളിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ രീതിയല്ല എന്നുള്ളത്. The conviction would however be short-lived. എന്തൊക്കെ പറഞ്ഞാലും അവരെ ഈ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് would however be short-lived. വളരെ കുറച്ചു സമയം മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവൂ. The next moment they would again leave their work and go to play. അടുത്ത നിമിഷം തന്നെ അവരിതെല്ലാം മറന്ന് അവരുടെ ജോലി ഉപേക്ഷിച്ച് കളിക്കുവാനായി പോകുമായിരുന്നു. ഓൾ ദ സെയിം വി ഗോട്ട് അലോങ് ആൻഡ് അറ്റ് എനി റേറ്റ് ദേ ബിൽറ്റ് അപ്പ് ഫൈൻ ഫിസിക്. ഞങ്ങൾ ചെയ്യുന്ന വഴിയിലൂടെയായാലും അല്ലെങ്കിലും എനി റേറ്റ് ദേ ബിൽറ്റ് അപ്പ് ഫൈൻ ഫിസിക്. അവരുടെ ശരീരഘടന എങ്ങനെയെങ്കിലുമൊക്കെ അവർ നിലനിർത്തിയിരുന്നു. ദേ വാസ് സ്കാർസ്ലി എനി ഇൽനെസ് ഓൺ ദ ഫാം. ടോൾസ്റ്റോയ് ഫാമിൽ ആർക്കും അസുഖങ്ങളുണ്ടാവുമായിരുന്നില്ല. സോ ഇറ്റ് മസ്റ്റ് ബി സെയ്ഡ് ദാറ്റ് ഗുഡ് എയർ ആൻഡ് വാട്ടർ and regular hours of food were not a little responsible for this. എന്നിരുന്നാലും ശുദ്ധമായ വായുവും വെള്ളവും സ്ഥിരമായ ഭക്ഷണവും വളരെയധികം ഉത്തരവാദിത്തം നിറഞ്ഞതായിരുന്നു. എ വേർഡ് അബൌട്ട് വൊക്കേഷണൽ ട്രെയിനിങ്. തൊഴിൽപരമായ പരിശീലനങ്ങളെക്കുറിച്ച് ചില വാചകങ്ങൾ. ഇറ്റ് വാസ് മൈ ഇൻറ്റൻഷൻ ടു ടീച്ച് എവരി വൺ ഓഫ് ദ യങ്സ്റ്റേഴ്സ് സം യൂസ്ഫുൾ മാനുവൽ വൊക്കേഷൻ. എൻ്റെ ലക്ഷ്യമായിരുന്നു എല്ലാ യുവാക്കളെയും എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഫോർ ദിസ് പർപ്പസ് മിസ്റ്റർ കല്ലൻബച്ച് went to a Trappist monastery and returned having learned shoemaking. ഈ ആവശ്യത്തിനായി എൻ്റെ അനുയായി കല്ലൻബച്ച് റഷ്യൻ കാത്തലിക് വിശ്വാസികളുടെ ഒരു ആശ്രമത്തിൽ പോയി അവിടെ നിന്നും ഷൂ പരിശീലനം കഴിഞ്ഞ് വരികയുണ്ടായി. ഐ ലേൺഡ് ഇറ്റ് ഫ്രം ഹിം. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ഇത് പഠിച്ചത്. ആൻഡ് ടോട്ട് ദ ആർട്ട് ടു സച്ച് ആസ് വേർ റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്. കൂടാതെ ആർക്കൊക്കെയാണോ ഈ തൊഴിലിൽ പരിശീലനം ആവശ്യമുണ്ടായിരുന്നത് അവരെയെല്ലാം ഞാൻ പഠിപ്പിക്കുകയുണ്ടായി. മിസ്റ്റർ കല്ലൻബച്ച് had some experience of carpentry. കല്ലൻബച്ചിന് ആശാരിപ്പണിയും ചെയ്ത് ചില പരിചയസമ്പന്നതയുണ്ടായിരുന്നു. and there was another inmate who knew it. അതുകൂടാതെ ഒരു അന്തേവാസിക്കും മരപ്പണി അറിയാമായിരുന്നു. So we had a small class in carpentry. അതിനാൽ മരപ്പണിയെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. കുക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദ യങ്സ്റ്റേഴ്സ് നോ. പാചകം ചെയ്യൽ ഒരുവിധം എല്ലാ യുവാക്കൾക്കും അറിയാമായിരുന്നു. ഓൾ ദിസ് വാസ് ന്യൂ ടു ദം. ഇതെല്ലാം അവർക്ക് പുതിയതായിരുന്നു. ദേ ഹാഡ് നെവർ ഈവൻ ഡ്രീംഡ് ദാറ്റ് ദേ വുഡ് ഹാവ് ടു ലേൺ ദീസ് തിങ്സ് സം ഡേ.
അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തരം തൊഴിലുകൾ അവർക്ക് ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടി വരുമെന്നുള്ളത്. For generally, the only training that Indian children received in South Africa was in the 3 R's. സവിശേഷമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് ഇന്ത്യക്കാർ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് എന്തെങ്കിലും പരിശീലനം ലഭിച്ചു എന്നുണ്ടെങ്കിൽ അത് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. On Tolstoy farm, we made it a rule that the youngsters should not be asked to do what the teachers did not do. ടോൾസ്റ്റോയ് ഫാമിൽ ഞങ്ങളുടെ നിയമം എന്നുള്ളത് ഒരിക്കലും ഒരു അധ്യാപകർ ചെയ്യാത്ത കാര്യം വിദ്യാർത്ഥികളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടില്ല എന്നുള്ളതാണ്. ആൻഡ് therefore when they were asked to do any work, അത് കാരണത്താൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ അവരോട് പറഞ്ഞാൽ there was always a teacher cooperating, അവരോടൊപ്പം എപ്പോഴും ഒരു അധ്യാപിക ഉണ്ടാവുമായിരുന്നു. ആൻഡ് ആക്ച്വലി വർക്കിംഗ് വിത്ത് ദം, അവരോടൊപ്പം ഒരുമയോടുകൂടി ജോലി ചെയ്യാൻ ഒരു അധ്യാപകൻ ഉണ്ടാവുമായിരുന്നു. ഹെൻസ് വാട്ട് എവർ ദ യങ്സ്റ്റേഴ്സ് ലേൺഡ്, അതിനാൽ യുവാക്കളായ ആളുകൾ എന്തെല്ലാം പഠിച്ചോ ദേ ലേൺഡ് ചീർഫുള്ളി, അവർ പഠിച്ചതെല്ലാം സസന്തോഷത്തോടു കൂടിയായിരുന്നു. താങ്ക് യു.